ഇപ്പൊ MLA ഒക്കെ ആയിരിക്കുക. അപ്പൊ ഈ 1 കോടി എങ്ങാനും കൈ കിട്ടി എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു നാടക കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അതെ. നാടക നടീനടന്മാര് അവരുടെ ട്രൂപ്പ് നടത്തുന്ന എല്ലാവരും എനിക്ക് നേരിട്ടറിയും. അവരെല്ലാവരും വളരെ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ പൈസ കിട്ടിയാൽ ഞാൻ കൊല്ലത്തുള്ള ഒരു നാടക കുടുംബത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും. നമ്മുടെ കുടുംബമായിരിക്കും തന്നെ. അതില് ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ഉണ്ടല്ലോ, ബാക്കി എല്ലാവരുടെയും വേറെ ടൈപ്പ് എക്സ്പ്രഷനും ഭാവനയുടെ മാത്രം വേറൊരു ടൈപ്പ് എക്സ്പ്രഷനും. വൈ ഇസ് ദാറ്റ്? അത് മനസ്സിലാക്കാൻ മെയ് 3-ാം തീയതി നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? കന്നഡ ഇല്ല, കന്നഡ വെച്ചിട്ടായിരുന്നു ഞാനന്ന് വന്നത്. എന്താ ഓർമ്മയില്ല. അറിയോ അലൻ ജോസ് ഡാൻസ് കളിക്കുന്ന ഇവര് രണ്ടുപേരും ആരെയും ഇഷ്ടം? സുഭാഷേട്ടന്റെ അമ്മ പറഞ്ഞു, ഞാൻ അവനോട് ചോദിച്ചു വല്ല ലവ് ഉണ്ടെങ്കിലും പറ, ഞാൻ കെട്ടിച്ചേരാൻ. എന്നിട്ട് പോലും വേണ്ട. എന്താ ഏട്ടാ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്? അതായത് ഒരു പ്രണയ നൈരാശ്യം അതെന്താ ഐശ്വര്യ മറ്റേ ബച്ചനെ കിട്ടില്ല. മലയാള ഫിലിമിലൊരു ഡയലോഗ് ഉണ്ട്, അവന്റെ ഇടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിൻഡല് വരുന്നു. ടർബോ ജോസിന്റെ ഇടിക്ക് എത്ര കിൻഡൽ ഉണ്ടാവും? കൊണ്ടുനോക്ക്. കൊറിയനെല്ലാം അത് കേളുங்க. சொல்லுங்களேன் எல்லாரும். തമിഴ്, തെലുങ്ക്, മലയാളം, எல்லா லாங்குவேஜ் கமெண்ட் ഇംഗ്ലീഷ്. ஏஆர்எம் பத்தி சொல்லுங்க சீக்கிரம். கொரியன்ல டக்குன்னு அவ்வளோ ஏஆர்எம் எதுக்கு பார்க்கணும் சொல்லுங்க. தைரியமா சொல்லுங்க, யாருக்கும் கொரியன் தெரியாது. സുരേഷ് കണ്ടിട്ടുണ്ടോ? ലാല് ഒരു വയസ്സായ 90 വയസ്സായ ഒരാളുടെ റോളാണ് ലാൽ അഭിനയിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മുണ്ടൊക്കെ ഇങ്ങനെ മേലെ കെട്ടിക്കൊണ്ടൊരു അപ്പൂപ്പന്റെ ഇതിലാണ് ലാല് സ്റ്റേജ്. ഞാൻ സുരേഷിന്റെ അപ്പൂപ്പനെ മനസ്സിലാലോചിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. വീണ്ടും ഞങ്ങളൊരു സിനിമ, അതൊരു തമിഴ് സിനിമയാണ്. കാര്യം മലയാളത്തില് ഓരോ എനിക്ക് തമിഴ്, ഹിന്ദി അങ്ങനെയൊക്കെയാണ്. ആ സിനിമ എന്ന് പറയുന്നത് അതിന്റെ പേര് കരയിൽ തൊടാതെ കര തൊട്ടില്ലോ. സദ്യ കഴിക്കാൻ വേണ്ടി വിശന്ന് വലഞ്ഞു നിൽക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പായസം ഏതാണ്? എല്ലാം ഇഷ്ടമാണ്, എന്ത് കിട്ടിയാലും കഴിയും. പായസം കഴിക്കാറില്ല. 3 പേരും പായസം കുടിക്കില്ല. കഴിക്കില്ല. ഇവർക്ക് 3 പേർക്കുള്ള പായസം മാറ്റി വെക്കുക, പാത്രത്തിലിട്ട് ചേട്ടന് കൊടുത്തു വിടുന്നത്. ചെറിയ സെഗ്മെന്റിലേക്ക് പോവാം. ഇറ്റ്സ് ലൈക്ക് ഓൺ ദിസ് ഡേ. ഞാൻ കുറച്ച് ദിവസങ്ങൾ പറയും, ഞാൻ കുറച്ച് സംഭവങ്ങൾ പറയും. ആ ദിവസത്തിന്റെ മെമ്മറി നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ? ചെറിയ ചെറിയ കാര്യങ്ങൾ. ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് എന്റെ ഫാമിലി റിയലൈസ് ചെയ്ത ദിവസം. അവരിപ്പോഴും റിയലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഓണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ചേട്ടാ സിനിമയാക്കുമെന്ന് വിചാരിച്ചോ? അപ്പൊ അതില് ആരെയാണ് മാവേലിയാക്കുന്നത്, ആരെയാണ് വാമനനാക്കുന്നത്? മാവേലിയായിട്ട് ഏട്ടനെ ആക്കിയിട്ട് വാമനൻ ഞാനായിക്കോളാം. ചവിട്ടി താഴ്ത്തല്ലോ. നിനക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതിലേക്ക് ഇടുക. അപ്പോ ഇതെല്ലാം പ്രൊഡക്റ്റീവ് ആവും. അപ്പൊ നീ ജയിലിൽ പോയതും കോടതി പോയതൊക്കെ നിനക്കുള്ള നിന്റെ സമ്പത്തുകളാണ്. നിന്നെ ഈ കളിയാക്കപ്പെട്ടതും ഈ ഒഴിവാക്കപ്പെട്ടതും ഒക്കെ നിനക്കുള്ള സ്ട്രെങ്ത് ആണ്. 41 വയസ്സായി. ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. പിന്നെ പ്രണയം തോന്നാത്ത ആൾക്കാരുണ്ടോടാ? ഈ പ്രേമമുണ്ട്, പ്രണയമുണ്ട്, ഇൻഫാക്ച്വേഷൻ ഉണ്ട്. പ്രേമവും പ്രണയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചേച്ചി? അല്ല, ഇൻഫാക്ച്വേഷൻ മോഹൻലാലും പ്രേമത്തിന് നിവിൻ പോളിയാ. ഞാനിപ്പോ ഒരു സിനിമ, ഒരു പ്രൊഡ്യൂസറുടെ സിനിമയിൽ അഭിനയിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ലോക്യമായിട്ട് വിടണമല്ലോ. വിടാനുള്ള തന്ത്രമായിട്ട് ഈ പ്രതിഫലം ഉപയോഗിക്കൂ. വലിയൊരു പ്രതിഫലം അങ്ങ് ചോദിക്കുക. അത് ചില ചാനൽ പരിപാടിക്കൊക്കെ വരുമ്പോ ഞാൻ ചോദിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാര്യം മാത്രമാണ്.
ഇവരെ പൊടിയിട്ടാ പോലും കണ്ടിട്ടില്ല ഞാൻ രാത്രി കാലങ്ങളിൽ. ഞങ്ങളുടെ റൂമുകൾ ഞാൻ അവളുടെ റൂമിലും എല്ലാരും തിരിച്ചൊരു ദുബായി പോയി കഴിഞ്ഞാൽ ആരും ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങണം. രാത്രിയല്ല അവിടെ നൈറ്റ് ലൈഫ്, പകലല്ലല്ലോ. രാത്രിയാണ് അവിടെ നൈറ്റ് ലൈഫ്. ഗെയിമിലേക്ക് കൊണ്ടുപോവാണ്. ഇത് ചോദ്യം ചോദിക്കുമ്പോൾ ബേസിലേക്ക് നസ്രിയ ചേച്ചിയായിട്ട് ആൻസർ പറയണം. യു ആർ നസ്രിയ ആൻഡ് നസ്രിയ ചേച്ചി ബേസിലാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഫസ്റ്റ് ബേസിലേറ്റനോടാണ്. അപ്പൊ നസ്രിയാണ് കേട്ടോ പുള്ളി കയറിയിരിക്കുന്നത്. ആരാ? നസ്രിയ. ആ, ഓക്കെ. ഒരു നടി ആയിട്ടാണോ അതോ ഒരു പ്രൊഡ്യൂസർ ആയിട്ടാണോ കൂടുതൽ കംഫർട്ടബിൾ? ഇങ്ങനല്ലേ പറയണ്ടേ? പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ. എന്തുകൊണ്ട്? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. കൂടുതലും വേറെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 70s 80s ഒരു സിനിമ ഹബ് എന്ന് പറയുന്നത് മദ്രാസ് ആയിട്ട് നമ്മളിങ്ങനെ പറയായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു കുറേ സ്ഥലങ്ങൾ തന്നെ വിനീതേട്ടൻ തന്നെ ലൊക്കേഷനൊക്കെ നോക്കാനൊന്നും ഒരുപാട് പാടുണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും അല്ലെ ഷൂട്ടിന്റെ സമയം? നമ്മൾ ആക്ച്വലി മദ്രാസിൽ ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല പാർവതി. നമ്മൾ മദ്രാസ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തത് എറണാകുളത്താണ്. അപ്പൊ മദ്രാസ് തന്നെ ഷൂട്ട് ചെയ്തത്. എങ്ങനെയാ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റും? ട്രെയിലർ നോക്കുന്ന സമയത്ത് അതിലിപ്പോ പ്രണവിന്റെ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എല്ലാ വാതിലും മുട്ടണം, ഏതെങ്കിലും ഒരു വാതില് തുറക്കും എന്നുള്ളത്. അപ്പം എത്ര വാതിലുകൾ മുട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാ എന്ത് പറയും? നമ്മളെ നെപ്പോ കിഡ്സ് അല്ലേ? ഒരു ലോലിപോപ്പ് ഒരു കുട്ടി ഒരു കാട്ടിൽ അകപ്പെട്ടു. അപ്പൊ ആ കുട്ടീന്റെ കയ്യില് ലോലിപോപ്പ് ഉണ്ട്. ആ കുട്ടി എങ്ങനെ പുറത്തിറങ്ങും കാട്ടിന്? ലോലിപോപ്പ് കഴിച്ചോണ്ട് പുറത്തിറങ്ങും. കുസൃതി ചോദ്യമാണല്ലേ? ആരും പറയരുത്, കുട്ടികളുടെ മനസ്സിൽ വെക്കണം. മനസ്സിൽ വെക്കാം. ഞാനും പറയുന്നില്ല, എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഞങ്ങള് ഒരു ഹൈദരാബാദ് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ ഫാദുക്ക ബാംഗ്ലൂരിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് വരുന്നത് ഞങ്ങൾ കണ്ട്. അപ്പൊ ഞങ്ങളൊരു ടാറ്റ നെക്സോണില് ഫാദുക്കാനെ ചേസ് ചെയ്യാൻ നോക്കി. ഫാദുക്കാടെ വണ്ടി റേഞ്ച് റോഡ് സ്കോർ ചെയ്യാൻ കിട്ടിയില്ല. പക്ഷെ ഞങ്ങക്ക് കൈ താത്തി ടാറ്റൊക്കെ തന്നു. ഓർക്കുന്നുണ്ടോ? ഇല്ല. പല സബ്ജക്റ്റിനെ പറ്റി പ്രതികരിക്കുന്നുണ്ട്. തനിക്ക് ശരി എന്ന് തോന്നുന്ന എന്ത് കാര്യവും ഒരു പേടിയില്ലാതെ ഉറച്ചു വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്പർ 2, എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാം, സമൂഹത്തിൽ തെറ്റായ പലതും എനിക്കും വിളിച്ചു പറയണമെന്നുണ്ട്. പക്ഷേ താങ്കൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന അഡ്വൈസ് എന്താണ്? തെറി കേൾക്കാൻ നാണമില്ലെങ്കിൽ എന്തും വിളിച്ചു പറയാം. ആക്ഷൻ ചെയ്യുന്നുണ്ട്. അല്ല, അഞ്ജനക്ക് ആക്ച്വലി അങ്ങനത്തെ എന്തെങ്കിലും എന്തൊക്കെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്? ഇപ്പൊ ഒരു പാവൻകുട്ടിന്റെ ഒരു ക്യാരക്ടർ വരുന്നു, ഒരു ഇടി ക്യാരക്ടർ വരുന്നു. ഇതിനകത്ത് ഏതായിരിക്കും സെലക്ട് ചെയ്യാം? ക്യാരക്ടറുള്ള പാവൻകുട്ടി. 16 വർഷങ്ങൾക്കൊക്കെ മുമ്പ് മലയാളത്തിലെ ഒരു യുവതാരം അയാളുടെ മലയാള സിനിമയെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ്സ് ഒക്കെ പറയാൻ നേരത്ത് മലയാളത്തിലെ പ്രേക്ഷകര് എന്താ ഇവൻ പറയുന്നു, എന്ത് ജാടയാ ഇവനെന്താ? മലയാള പ്രേക്ഷകർ ഇങ്ങനെ ആശ്വസിച്ച് പുള്ളിയല്ലേ അവൻ ഇനിമാറ്റിയെ എന്നൊക്കെ പറഞ്ഞ എങ്ങനെ 16 വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി കമ്മിറ്റ് ചെയ്ത സിനിമയല്ലേ ആടുജീവിതം. വാവ്, ഓസം. ഇന്ന് മലയാള സിനിമയിൽ ഇൻട്രൊഡക്ഷൻ കുറച്ചുകൂടെ നീണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരു ചായ കുടിച്ചിട്ടുണ്ട്.